सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम लोकादिमग्निं तमुवाच तस्मै या इष्टकायावतीर्वा यथा वा स चापि तत्प्रत्यवदत् यथोक्तम् अथास्य मृत्यु पुनरेवाह तुष्टः। लोकातिं लोकानाम् आदिं प्रथम शरीरित्वाद् अग्निं तं प्रकृतं नचिकेतसा प्रार्थितम् उवाच उक्तवान् मृत्युः तस्मै नचिकेतसे। किंच याः इष्टकाः चेतव्याः स्वरूपेण यावतीर्वा संख्यया यथा वा चीयते अग्निः येन प्रकारेण सर्वम् एतद् उक्तवान् इत्यर्थः। स चापि नचिकेताः तन्मृत्युना उक्तं यथावत् प्रत्ययेन अवदद् प्रत्युवाच उच्चारितवान्। अथ तस्य प्रत्युच्चारणेन तुष्टः सन् मृत्युः पुनरेवाह वरत्रय व्यतिरेकेण अन्यं वरं दित्सुः। लोकादिं लोकानाम् आदिं प्रथम शरीरित्वाद् अग्निं तं प्रकृतं नचिकेतसा प्रार्थितम् उवाच उक्तवान् मृत्युः तस्मै नचिकेतसे। किंच याः इष्टकाः चेतव्याः स्वरूपेण यावतीः वा संख्यया यथा वा चीयते अग्निः येन प्रकारेण सर्वमेतद् उक्तवान् इत्यर्थः। स च अपि नचिकेताः तन्मृत्युना उक्तं यथावद् प्रत्ययेन अवदद् प्रत्युच्चारितवान्। अथ तस्य प्रत्युच्चारणेन तुष्टः सन् मृत्युः पुनः एव आह वरत्रय व्यतिरेकेण अन्यं वरं दित्सुः। അപ്പോൾ ലോകാദ്യം ലോകത്തിൻ്റെ മുഴുവൻ ആദിയായ താത്പര്യം ലോകങ്ങളുടെ അനുഭവ മണ്ഡലങ്ങളുടെ കാരണസ്വരൂപനായ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായ അനുഭവ മണ്ഡലങ്ങളുടെ കാരണസ്വരൂപനായ അഗ്നിയെ പ്രഥമ ശരീരിത്വാത് പ്രഥമ ശരീരിയാണ്. പഞ്ചഭൂതങ്ങളിൽ രൂപവത്തായിട്ട് ആദ്യത്തത് അഗ്നിയാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവയിൽ അഗ്നി, ജലം, ഭൂമി എന്നിവയ്ക്കാണ് രൂപം. ഇപ്പൊ പ്രഥമ ശരീരിയായ കർമ്മഫലങ്ങളുടെ മുഴുവൻ ദാതാവായ അഖില കർമ്മസാക്ഷിയായ അഗ്നിയെ തം പ്രകൃതം, പ്രകൃതമായതിന് എന്താ പ്രകൃതമായത്? നചികേതസിനാൽ ചോദിക്കപ്പെട്ടത്, യമൻ ഉപദേശിച്ചത്. അങ്ങനെയുള്ളതായ പ്രകൃതത്തിലുള്ളതായ അഗ്നിയെ നചികേതസ പ്രാർത്ഥിതം ഉവാച ഉക്തവാൻ മൃത്യുഹു തസ്മൈ നചികേതസേ.
ആ നചികേതസിനായിക്കൊണ്ട് യമൻ പറഞ്ഞു കൊടുത്തു. ഉക്തവാൻ ഉവാച കിഞ്ച പിന്നെയോ യാ ഇഷ്ടകാഹ ചേതവ്യാഹ സ്വരൂപേണ, എങ്ങനെ ഇഷ്ടികകൾ ചയനം ചെയ്യണം, ഏത് ആകൃതിയിൽ, അത് ശുൽബത്തിൻ്റെ വിഷയമാണ്. വിവിധ ആകൃതികൾ ശുൽബത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഗണിതശാസ്ത്രത്തിൽ അറിവുള്ളവർ ആ വിഷയം ഒന്ന് ശ്രദ്ധിച്ചാൽ തരക്കേടില്ല. വ്യത്യസ്ത ജ്യാമിതീയ രൂപങ്ങൾ മുഴുവൻ തന്നെ ശുൽബത്തിൽ പറഞ്ഞതാണ്. ശുൽബത്തിൽ പറയാത്തൊന്നില്ല. അത് നമ്മൾ ദുരഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. പൊതുവെ അങ്ങനെയൊരു എന്ത് പുതിയ കണ്ടുപിടിച്ചാലും ഒക്കെ പണ്ടുണ്ട് എന്ന് പറയുന്നൊരു സൂക്കേടുണ്ട്. ആ നിലയ്ക്ക് പറയല്ല. അങ്ങനെയില്ല. പുതിയ എന്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചാലും പറയും ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ പണ്ടേ ഭാരതത്തിലുണ്ട് എന്ന് പറയും. അത് ഒരു ദുരഭിമാനത്തിൽ നിന്ന് വരുന്ന. ഇതല്ല, വസ്തുതയാണ്. എല്ലാ ജ്യാമിതീയ രൂപങ്ങളും ശില്പത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊക്കെ ഹോമകുണ്ഡ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ കണക്കുകൾ, കൃത്യ കണക്കുകൾ. അപ്പം അതെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ യാവതിഹീവ സംഖ്യ, എത്ര എണ്ണം വേണം, ഓരോ ഹോമകുണ്ഡത്തിന് എത്ര എണ്ണം വേണം. പിന്നെ യഥാവ ചെയ്യത അഗ്നി, അതിലെങ്ങനെയാണ് അഗ്നി ചയനം ചെയ്യേണ്ടത് എന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള വിഷയങ്ങൾ മുതൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു മുഴുവൻ. സർവമേതത് ഉക്തവാൻ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു യമൻ നചികേതസിന്. സഹച അഭി നചികേതാഹ, ആ നചികേതസാവട്ടെ തൻ മൃത്യുനാ ഉക്തം യഥാവത് പ്രത്യേന അവതത് പ്രത്യുച്ഛാരിതവാൻ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മുടെ പഴയ പഠന രീതി അതാണ്. ഗുരുനാഥൻ ചൊല്ലിക്കൊടുത്താൽ ഏറ്റു ചൊല്ലും ശിഷ്യർ. ആ സമയം കൊണ്ട് അവൻ കാണാതെ പഠിച്ചു. ഇന്ന് നമ്മൾ എങ്ങനെയാന്ന് പഠിക്കണത് അറിയില്ല അല്ലേ? അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ട്. മതി, നന്നായി. ഇന്നും ആ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നത് സന്തോഷം. വേദം മുഴുവൻ കാണാതെ ഹൃദിസ്ഥമാക്കുന്ന, ഒറ്റ ചൊല്ലലിൽ ഹൃദിസ്ഥാക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. വേദം മാത്രമല്ല, വേദാംഗങ്ങളും അതുപോലെ ചെയ്യുന്നവരുണ്ട്. അതറിയാം. പക്ഷേ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ ഇങ്ങനത്തെ രീതി തന്നെ നഷ്ടപ്പെട്ടു. ചൊല്ലിക്കണ പോയിട്ട് നോട്ട് എഴുതാൻ പോലും പറയാൻ പാടില്ല. അപ്പോൾ നോട്ട് എഴുതാൻ പോലും പറയാൻ അധികാരമില്ല ഗുരുനാഥന്മാർക്ക്. അങ്ങനെയാണ്. ആവശ്യമില്ല എന്നാ പറയുക. ഇന്നതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ടെക്നോളജി തന്നിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. ഇത്ര വലിയ വിഡ്ഢിത്തം വേറെ ഒന്നുമില്ല. ഒരു സെക്കൻഡ് കൊണ്ട് അവൻ പണി മുടക്കും. എന്ത് ചെയ്യും? ഈ ഇരിക്കണവർ തന്നെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഈ ഇരിക്കണവർ, വേറെ ആരെ പറ്റിയും പറയണ്ട. ഇതിൽ ചെറിയ കുട്ടികളെ ഒഴിവാക്കുക, ചെറുപ്പക്കാരുണ്ട് ഒഴിവാക്കുക. ബാക്കിയുള്ളവർ ഒരു 20 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് എത്ര അഡ്രസ്സ്, എത്ര ഫോൺ നമ്പർ, എത്ര പിൻകോഡ് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു? ഒരു 100 ഫോൺ നമ്പർ എങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവും. എല്ലാവർക്കും പേര് പറയുമ്പോഴത്തേക്ക് തലയിലുണ്ടാവും. അതിനേക്കാൾ ഇതാണ് അഡ്രസ്സ്, പേര്, വീട്ടുപേര്, സ്ഥലം, പിൻകോഡ്. ഒരു 10-100 എന്തായാലും ഉണ്ടാവും. എനിക്ക് 100 ആയിരുന്നില്ല, അതിലധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റയൊന്നുമില്ല. അപ്പം അവനവൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചാൽ നോക്കിക്കോളൂ, അങ്ങോട്ട് അടിച്ചു കൊടുക്കണം, എന്നാലേ അറിയുള്ളൂ. എന്നിട്ട് പറയും നമ്മൾ പൊന്തുകയാണ്, ഉയരുകയാണ് പഠിപ്പിൽ. ഇതല്ല, ഇത് പ്രത്യേകത ചൊല്ലിക്കേൾപ്പിക്കല്ല, പ്രത്യേകന. അത് ശരിക്കും ഗുരുനാഥൻ ഉപദേശിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഹൃദിസ്ഥമാക്കി. അത് ചൊല്ലി കേൾക്കുമ്പോൾ മനസ്സിലാവും. കാണാതെ ചൊല്ലുകയാണോ അല്ല അർത്ഥം മനസ്സിലാക്കിയിട്ട് ചൊല്ലുകയാണോ എന്ന് ഗുരുനാഥന് കേട്ടാൽ മനസ്സിലാവും. അപ്പം ശരിക്കും മനസ്സിലാക്കി ഉച്ചാരിതവാൻ പറഞ്ഞു, വള്ളി പുള്ളി മാറാതെ ഉച്ചരിച്ചു. അഥ തസ്യ പ്രത്യുച്ചാരണേന തുഷ്ട,
ആ പ്രത്യുച്ചാരണം കേട്ട് സന്തുഷ്ടനായിട്ട് മൃത്യുഹു പുനരേവാഹ വീണ്ടും പറഞ്ഞു, വരത്രയ വ്യതിരേകേണ അന്യം വരം ദിത്സുഹു. 3 വരം കൂടാതെ ഒരു എക്സ്ട്രാ വരം കൊടുക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട് വീണ്ടും പറഞ്ഞു. എന്താ പറഞ്ഞത്? കഥം, എങ്ങനെ? നോക്കൂ. തമബ്രവീത് പ്രിയമാണോ മഹാത്മാ വരം തവേഹാദ്യ ദദാമി ഭൂയഃ തവൈവ നാംനാ ഭവിതായമഗ്നിഃ ശൃംഗാം ചേമാം അനേകരൂപാം ഗൃഹാണ. തമബ്രവീത് പ്രിയമാണോ മഹാത്മാ വരം തവേഹാദ്യ ദദാമി ഭൂയഃ തവൈവ നാംനാ ഭവിതായമഗ്നിഃ ശൃംഗാം ചേമാം അനേകരൂപാം ഗൃഹാണ. തം അബ്രവീത് പ്രിയമാണഹ മഹാത്മാ. പ്രിയമാണഹ മഹാത്മാ, അങ്ങേയറ്റം പ്രിയമുള്ളവനായ മഹാത്മാവ്. ഇവിടെ മഹാത്മാവ് എന്ന് പറയുന്നത് ഗുരു, യമൻ. അങ്ങേയറ്റം പ്രിയമുള്ളവൻ, സന്തോഷം. നീ അങ്ങോട്ട് സന്തോഷിക്കാനില്ല ഇങ്ങനൊരു ശിഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ. ശിഷ്യൻ മന്ദനാണെങ്കിൽ പിടിയും വലിയും തന്നെ, അല്ലേ? ആലോചിച്ച് നോക്കുക. ഒരു മന്ദശിഷ്യനാണെങ്കിൽ എന്താ ഗുരുവിന്റെ സ്ഥിതി? ഇതല്ല, ഇത് പറഞ്ഞതുപോലെ ഏറ്റു പറഞ്ഞപ്പോ അങ്ങേയറ്റം സന്തുഷ്ടനായിട്ട് തം അബ്രവീത് അവനോട് പറഞ്ഞു, തവ ഇഹ അദ്യ ഭൂയഃ വരം ദദാമി. നിനക്ക് ഇപ്പോ ഇന്ന് ഇവിടെ വീണ്ടും വരം തരാം. 3 വരാണ് പറഞ്ഞത്, ഒന്ന് എക്സ്ട്രാ ചോദിക്കാതെ. എന്താണത്? തവൈവ നാംന അയം അഗ്നിഹി ഭവിത. നിന്റെ പേരിൽ ഈ അഗ്നി അറിയപ്പെടും. ഈ അഗ്നി അതിന് മുമ്പേ ഉണ്ട്, പണ്ടേയുള്ള അഗ്നിയാ. ഉള്ളതുകൊണ്ടാണല്ലോ ഉപദേശിച്ചത്. പക്ഷെ പണ്ടേ ഉള്ളതാണെങ്കിലും ഇനി മേലിൽ നിന്റെ പേരിൽ അറിയപ്പെടും. നാചികേതാഗ്നി എന്നറിയപ്പെടും. അത് ശിഷ്യൻ ഇതിൽ പരം ഒരു 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 സമ്മാനം എന്താ ഉള്ളത്, ഇല്ലേ? വലിയ സമ്മാനമാണത്. നമ്മളങ്ങനെ പേരിടുന്ന പതിവുണ്ട് പലതിനും. മിക്കവാറും ആൾക്കാർ മരിച്ചിട്ടാ പേരിടുക, അങ്ങനെയല്ലേ? ജീവനുള്ളപ്പോൾ ചുരുക്കം ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നുമില്ല. ചുരുക്കം ആൾക്കാരതൊക്കെ ഉണ്ട്, ഇല്ല? കുറേ സ്ഥലത്ത് പി ടി ഉഷാ റോഡൊക്കെ കണ്ടിട്ടുണ്ട്. പി ടി ഉഷാ റോഡ് അങ്ങനെ കണ്ടു. ചുരുക്കമേ ഉള്ളൂ, ബാക്കി അധികം മരിച്ചാട്ടാ പേരിടുക. എന്ത് സ്റ്റേഡിയം? അവനെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അതൊക്കെ പ്രധാനമന്ത്രിമാരൊക്കെ ഇഷ്ടം പോലെ ജീവനുള്ളപ്പം തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ. ഏറ്റവും അധികം ഇന്ദിരാഗാന്ധി ആയിരിക്കും തോന്നുന്നു, ഏറ്റവും അധികം തോന്നുന്നു, അറിയില്ല, പറയാം, കണക്കെടുത്ത് നോക്കണം. എന്നാലും ഒരു ഗുരുനാഥൻ തന്നെ ശിഷ്യന്റെ പേരിടുക പറഞ്ഞാൽ അത് വലിയൊരു ആദരവാ. ശിഷ്യൻ ഗുരുവിന്റെ പേരല്ലല്ലോ, ഗുരു ശിഷ്യന്റെ പേരിടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആദരവാ. അപ്പൊ നിന്റെ പേരിൽ ഈ അഗ്നി അറിയപ്പെടും. ഇതാണ് ശൃംഗാംശ ഇമാം അനേക രൂപാം ഗൃഹാണ. അനേക രൂപമുള്ള ഈ ശൃംഗയെ സ്വീകരിച്ചോളൂ. ശൃംഗമാല, ഈ മാല സ്വീകരിച്ചോളൂ. അനേക രൂപം, ഓരോ ഭാഗത്ത് നോക്കുമ്പോൾ ഓരോ കളറാവും, പോരെ? പല രൂപത്തിലുള്ള മാല. എന്തൊരു സുഖമായിരിക്കും അത് കണ്ടാൽ തന്നെ. എന്താന്ന് ആര് കണ്ടു? നമുക്കാർക്കും അറിയില്ലേ.
കഴിഞ്ഞ ദിവസം അങ്ങനത്തെ ഒരു മാല കണ്ടിട്ടുണ്ട്. ഒരു മോള് ഒരു കളറുള്ള മാല കൊണ്ടുവന്ന് കാണിച്ചു, ഇത് എൻ്റെ മാലയാണെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവളുടെ അനിയത്തി കൊണ്ടുവന്നു വേറൊരു കളറ് മാല, ഇതെൻ്റെ മാലയാണ്. ശരി, എനിക്കെന്ത് വേണം, നന്നായി. അപ്പോൾ രണ്ടാളും കൂടി ചിരിയോട് ചിരി, നോക്കുമ്പോൾ രണ്ടും ഒരു മാലയാണ്, കളറ് വേറെയാണ്. അതതിൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു ടെക്നോളജിയാണ്, എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് പുതിയ അങ്ങനെ എന്തൊക്കെയോ ഇറങ്ങുന്നുണ്ട്. അധികവും ചൈനയാണ്, ചൈനീസ് സാധനങ്ങൾ. രണ്ട് കളർ അപ്പം തന്നെ കാണിച്ചു, അത് ഇനിയും കളറാവും അത്ര. ഇതിപ്പോൾ അതുപോലെ വല്ല സംഭവമാണോ അറിയില്ല. അനേക രൂപം മാല, അനേക രൂപത്തോടു കൂടിയ മാല. അതാവുമ്പോൾ എന്താ വെച്ചാൽ പല മാല വേണ്ട, ഓരോരോ വസ്ത്രത്തിനനുസരിച്ച് ഓരോരോ മാല വേണ്ട. അപ്പം അങ്ങനെയാണല്ലോ, ഓരോ കളറിന് ഓരോന്നല്ലേ, അല്ലേ? അങ്ങനെയല്ലേ? അതെ, ഉടുപ്പിനനുസരിച്ച കളറാണ് മാലയ്ക്കും വേറെ പലതിനും. ഇതിപ്പോൾ അത് വേണ്ട, ഒരു സ്വിച്ച് ഞെക്കിയാൽ ഇഷ്ടമുള്ള കളറായി. അതുപോലത്തെ എന്തോ ഒരു മാല, എന്താണെന്ന് ആര് കണ്ടു? അനേക രൂപം, അനേക രൂപത്തോടു കൂടിയ മാലയെ ഗ്രഹിച്ചോളൂ. നോക്കൂ, തം നചികേതഃ നചികേതസം അബ്രവീത് പ്രിയമാണഃ ശിഷ്യയോഗ്യതാം പശ്യൻ പ്രിയമാണഃ പ്രീതിം അനുഭവൻ മഹാത്മാ അക്ഷുദ്രബുദ്ധി വരം തവ ചതുർത്ഥമിഹ പ്രീതി നിമിത്തം അദ്യ ഇദാനീം ദദാമി ഭൂയഃ പുനഃ പ്രയച്ഛാമി. തവൈവ നചികേതസഃ നാംന അഭിധാനേന പ്രസിദ്ധഃ ഭവിതാ മയാ ഉച്യമാനഃ അയം അഗ്നിഃ. കിംച ശൃംഗാം ശബ്ദവതീം രത്നമയീം മാലാം ഇമാം അനേക രൂപം വിചിത്രാം ഗൃഹാണ സ്വീകുരു. യദ്വാ ശൃംഗാം അകുത്സിതാം ഗതിം കർമ്മമയീം ഗൃഹാണ അന്യദപി കർമ്മവിജ്ഞാനം അനേക ഫലഹേതുത്വാത് സ്വീകുർവി ഇത്യർത്ഥഃ. തം നചികേതസം അബ്രവീത് പ്രിയമാണഃ ശിഷ്യയോഗ്യതാം പശ്യൻ പ്രിയമാണഃ പ്രീതിം അനുഭവൻ മഹാത്മാ അക്ഷുദ്രബുദ്ധിഃ വരം തവ ചതുർത്ഥം ഇഹ പ്രീതി നിമിത്തം അദ്യ ഇദാനീം ദദാമി ഭൂയഃ പുനഃ പ്രയച്ഛാമി. തവ ഏവ നചികേതസഃ നാംനാ അഭിധാനേന പ്രസിദ്ധഃ ഭവിതാ മയാ ഉച്യമാനഃ അയം അഗ്നിഃ. കിം ച ശൃംഗാം ശബ്ദവതീം രത്നമയീം മാലാം ഇമാം അനേക രൂപം വിചിത്രം ഗൃഹാണ സ്വീകുരു. യദ്വാ ശൃംഗാം അകുത്സിതാം ഗതിം കർമ്മമയീം ഗൃഹാണ അന്യത് അപി കർമ്മവിജ്ഞാനം അനേക ഫലഹേതുത്വാത് സ്വീകുരു ഇത്യർത്ഥഃ. അപ്പോൾ ആ നചികേതസിനോട് അബ്രവീത് പറഞ്ഞു, പ്രിയമാണഃ, അങ്ങേറ്റം സന്തോഷം അനുഭവിക്കുന്നവൻ, പ്രിയമാണഃ. ശിഷ്യയോഗ്യതാം പശ്യൻ, ശിഷ്യയോഗ്യതയെ കണ്ട് ഇത്ര ഉത്തമ ശിഷ്യനാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം ഉള്ളിൽ അനുഭവിക്കുന്നവനായ ഗുരുനാഥൻ. ആ ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമാണല്ലോ. പ്രീതിമനുഭവൻ,
പ്രീതി അനുഭവിക്കുന്നവൻ. അതാണ് മഹാത്മാ എന്നുള്ളതിന് മഹാത്മാ നമ്മളൊക്കെ ഉപയോഗിക്കുന്നൊരു ശബ്ദമാണ്. ഭാഷ്യകാരൻ കൊടുക്കുന്ന അർത്ഥം നോക്കൂ. അക്ഷുദ്ര ബുദ്ധി, ഒരിക്കലും ക്ഷുദ്രമല്ലാത്ത ബുദ്ധിയോടൊത്തവൻ, തെളിഞ്ഞ നല്ല സ്നേഹമസൃണമായ ബുദ്ധിയോട് കൂടിയവൻ. അക്ഷുദ്ര ബുദ്ധി. ക്ഷുദ്രബുദ്ധികൾ എപ്പോഴും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ വിചാരിക്കും. അങ്ങനെ അല്ലാത്തവൻ മഹാത്മാവ്. അക്ഷുദ്ര ബുദ്ധി. വരം തവ ചതുർത്ഥമിഹ ദദാമി, നാലാമത്തെ ഒരു വരം ഞാൻ തരാം. പ്രീതി നിമിത്തം. നീ ചോദിച്ചിട്ടല്ല, എൻ്റെ വകയായിട്ട് പ്രീതി നിമിത്തം കിടക്കട്ടെ. അദ്യ ഇതാനും ഇപ്പോ ദദാമി ഭൂയഹ പുനഃ പ്രയച്ഛാമി, വീണ്ടും തരാം. എന്താണ് വരം? തവ ഏവ നചികേതസഃ നാംനാ അഭിദാനേന പ്രസിദ്ധഃ ഭവിത മയാ ഉച്യമാനഃ അയം അഗ്നി. എന്നാൽ പറയപ്പെടുന്ന ഈ അഗ്നി മേലിൽ നിന്റെ പേരിൽ അറിയപ്പെടും. അങ്ങനെ നാചികേതാഗ്നി എന്നാണ് പേര്. നാചികേതാഗ്നി. കിഞ്ച മാത്രമല്ല, ശൃംഗാം, ശൃംഗയെ, മാലയെ. ഭാഷ്യകാരൻ പറയാണ് ശബ്ദവതീം രത്നമയീം മാലാം. ഒന്നുകിൽ അത് ശബ്ദമയിയായ മാലയാവാം. ശബ്ദവതി എന്നുവെച്ചാൽ ശിഷ്യ പ്രശംസാരൂപമായതാവാം. നീ ആള് കേവനാണ്, നിനക്ക് എല്ലാ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അതാവാം ഒരു മാല. അല്ലെങ്കിൽ രത്നമയീം, രത്നം കൊണ്ടുള്ള മാല. ഇമാം അനേക രൂപാം ഗൃഹാണ, പല രൂപത്തോടു കൂടിയ മാലയെ സ്വീകരിച്ചോളൂ. വിചിത്രമാണ്. എന്താവും അതെന്ന് ആര് കണ്ടു? ഗൃഹാണ സ്വീകുരു. ലോകത്തിന് ഇന്നും അത്ഭുതകരമായ രത്നവിജ്ഞാനമാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നും അത്ഭുതകര. ശ്രീകൃഷ്ണന്റെ കാലത്തുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന രത്നത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് ഇപ്പം തന്നെ എത്ര ക്യാരറ്റാ ബ്രിട്ടീഷ് രാജ്ഞിയുടെ? 300 ചില്ലാൻ ഇപ്പം ഉണ്ട് ക്യാരറ്റ്. അപ്പം അതിൻ്റെ ഒറിജിനൽ എന്തായിരിക്കും? എത്രയാന്ന് ആര് കണ്ടു? അതിന് ചെറിയൊരു കഷ്ണം കട്ടുകൊണ്ടുപോയിട്ടാണ് ഇപ്പം 300 ചില്ലാൻ ക്യാരറ്റ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിൽ. അപ്പം അതിൻ്റെ ഒറിജിനൽ എന്തായിരിക്കും എന്നാ പറയണത്? ആര് കണ്ടു? എന്തായാലും ഇവിടുന്ന് കടത്തിയതാണല്ലോ, അതിൽ സംശയമല്ലല്ലോ. പേര് പുതിയിട്ടാൽ വസ്തു പുതിയതാവുമോ? രത്നവിജ്ഞാനത്തിൽ അദ്വിതീയമാണ് രത്നവിജ്ഞാനം. എന്തുവാട്ടെ, വിചിത്രമായിരിക്കുന്ന ഈ മാലയെ ഗ്രഹിച്ചോളൂ. യദ്വാ ശൃംഗാം അകുച്ചി. അല്ലെങ്കിൽ വേറെ അർത്ഥം പറയാം. ശൃംഗ എന്നുള്ളതിന് നേർവഴി എന്നർത്ഥമുണ്ട്. നേർവഴി സ്വീകരിച്ചോളൂ. എന്താ നേർവഴി? അകുത്സിതമായ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ജനന മരണങ്ങളുടെ കുത്സയില്ലാത്ത ശ്രേഷ്ഠമായ കർമ്മവിജ്ഞാന മാർഗം സ്വീകരിച്ചോളൂ. പരമമായ കർമ്മവഴി മുക്തിയിലേക്ക് നയിക്കുന്ന പറയാൻ പറ്റില്ല. ബ്രഹ്മലോകത്തിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു 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 വഴി ഞാൻ പറഞ്ഞുതരാം, അത് സ്വീകരിച്ചോളൂ. പുനരഭി കർമ്മസ്തുതി ഏവാഹ. വീണ്ടും പറയുന്നു കർമ്മസ്തുതി. പുനരഭി കർമ്മസ്തുതിം ഏവ ആഹ. വീണ്ടും കർമ്മസ്തുതിയെ ചെയ്യുന്നു. എങ്ങനെയാണ്? തൃണാചികേതസ്ത്രിഭിരേത്യസന്ധിം ത്രികർമ്മകൃത്തരതി ജന്മമൃത്യോ ബ്രഹ്മയജ്ഞം ദേവമീഡ്യം വിദിത്വാ നിചായേ മാം ശാന്തിമത്യന്തമേതി. തൃണാചികേതസ്ത്രിഭിരേത്യസന്ധിം ത്രികർമ്മകൃത്തരതി ജന്മമൃത്യോ ബ്രഹ്മയജ്ഞം ദേവമീഡ്യം വിദിത്വാ
നിചായേ മാം ശാന്തിമത്യന്തമേതി. തൃണാചികേതഃ, ഈ ഉപദേശിക്കപ്പെട്ട നാചികേത അഗ്നി 3 പ്രാവശ്യം ചെയ്യുന്നവൻ. ത്രികൃത്വഃ നാചികേതഃ അഗ്നിഃ യഃ, ഈ ഉപദേശിക്കപ്പെട്ട നാചികേത അഗ്നി 3 പ്രാവശ്യം ചെയ്യുന്നവൻ തൃണാചികേതഃ. ത്രിഭിരേത്യസന്ധിം, 3 കൊണ്ട് പ്രാപിച്ചിട്ട്, അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നിവരിലൂടെ വേണം നമ്മൾ പ്രാപിക്കേണ്ടത് അറിവിനെ. ഏതറിവും നമുക്ക് പ്രതിഷ്ഠിതമാകുന്നത് 3 നേടുമ്പോഴാണ്. ഏതാ 3? അമ്മ, അച്ഛൻ, ആചാര്യൻ. ഇതാണ് ഗുരുക്കന്മാർ. ഗുരു എന്ന് നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ ഗുരു ആരാ? അമ്മ. അടുത്ത ഗുരു അച്ഛൻ, അടുത്ത ഗുരു ആചാര്യൻ. ചിലർ വിചാരിക്കുന്നത് അമ്മ, അച്ഛൻ, ഗുരു വേറെയാന്നാ. അങ്ങനെയല്ല. അമ്മ, അച്ഛൻ, ആചാര്യൻ ഇവരാണ് ഗുരുക്കന്മാർ. ഗുരുവന്ദനത്തിൽ ആദ്യം വരിക അമ്മയുടെ വന്ദനാണ്, പിന്നെ അച്ഛൻ്റെ വന്ദനം, പിന്നെ ആചാര്യൻ്റെ വന്ദനം. അങ്ങനെയാണ്. നമ്മുടെ സംസ്കൃതിയിലും ശാസ്ത്രത്തിലും പ്രഥമ സ്ഥാനം അമ്മയ്ക്കാണ്. അപ്പൊ മാതൃ പിതൃ ആചാര്യൈഹി, അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നിവരിലൂടെ നേടിയിട്ട് ത്രികർമ്മകൃത്, 3 കർമ്മങ്ങളെ ചെയ്യുന്നവൻ. യജ്ഞ, അധ്യയനം, ദാനം. ദിവസവും യാഗം ചെയ്യുക, യജ്ഞം ചെയ്യുക, ദിവസവും സ്വാധ്യായം ചെയ്യുക, ദാനം ചെയ്യുക. ഈ 3 ജീവിതത്തിൽ മുടങ്ങാതെ ചെയ്യുന്നവൻ. യജ്ഞദാന തപ കർമ്മ നത്യാജ്യം. യജ്ഞം, ദാനം, തപസ് എന്നീ 3 കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത്. അവിടെ തപസ്സിൻ്റെ സ്ഥാനത്ത് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അധ്യയനം തപസ്സാണ്. അതാണ് യജ്ഞാധ്യയന ദാനങ്ങൾ ചെയ്യുന്നവൻ. ജന്മമൃത്യു തരതി, ജന്മമരണങ്ങളെ തരണം ചെയ്യുന്നു. അപ്പൊ ഈ അഗ്നി, ഞാൻ നിനക്ക് ഉപദേശിച്ച അഗ്നി, അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നിവരിലൂടെ മനസ്സിലാക്കിയിട്ട് 3 പ്രാവശ്യം ചെയ്യുക. യജ്ഞാധ്യയന ദാനങ്ങളോടുകൂടെ എന്നാൽ മരണത്തെ, ജനനത്തെ തരണം ചെയ്യും. ബ്രഹ്മയജ്ഞം, ബ്രഹ്മയജ്ഞം അഗ്നിയെ, ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ അഗ്നി. ബ്രഹ്മജഃ ച അസൗജ്ഞഃ ച ഇതി ബ്രഹ്മയജ്ഞഃ. ബ്രഹ്മജഃ ബ്രഹ്മണഃ ജാതഃ, ബ്രഹ്മത്തിൽ ജനിച്ചവൻ അഗ്നി. ജ്ഞൻ അറിയുന്നവൻ, എല്ലാ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും അറിയുന്നവൻ. ഇപ്പൊ ബ്രഹ്മജനും ജ്ഞനും ആരോ അവൻ ബ്രഹ്മയജ്ഞൻ. ഇത് എങ്ങനെ മജ പറയാം? ഇവിടെ ഈ അർത്ഥമാണ് ആദ്യം പറയേണ്ടത്. പിന്നെ ഒരു സൂക്ഷ്മാർത്ഥം ഉണ്ട്, അത് പിന്നെ പറയാം. ആദ്യം സാമാന്യ അർത്ഥം പറയാം. ബ്രഹ്മയജ്ഞം ദേവം, ദേവനെ
അഗ്നിഭഗവാനെ, അഗ്നിദേവനെ, ആരെ? ഈഡ്യം, സ്തുതിക്കപ്പെടേണ്ടവനെ വിദിത്വ, അറിഞ്ഞിട്ട്, നിചായ്യ, ശയനം ചെയ്തിട്ട്, അഗ്നിക്രിയ ചെയ്തിട്ട്, അത്യന്തം ശാന്തിമേതി, അത്യന്തമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഇതാണ് സാമാന്യാർത്ഥം. ഈഡ്യം എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടേണ്ടവൻ. ഈഡ്യ, സ്തുതിക്കപ്പെടേണ്ടവൻ. ഈഡ്യം, സ്തുതിക്കപ്പെടേണ്ടവനെ. ഇതെന്താ സാമാന്യാർത്ഥം എന്ന് പറഞ്ഞേ? ഇതാണ് ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം. ഇപ്പൊ പറഞ്ഞതാണ് ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം. അത് പിന്നെ പഠിച്ചോളൂ ഭാഷ്യം വായിക്കുമ്പോൾ. ഇവിടെ ഒരു വിശേഷാർത്ഥം ഇല്ലേന്ന് ഇങ്ങനെ തോന്നുകയാണ്. ഭാഷ്യകാരൻ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി ഒരു വിശേഷാർത്ഥം ഇല്ലേ? എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്നാണെങ്കിൽ, ഈ അഗ്നിക്രിയ ചെയ്യുന്നവൻ ജന്മമൃത്യുക്കളെ തരണം ചെയ്യുന്നു എന്ന് ആദ്യം പറഞ്ഞു. അത് കർമ്മകാണ്ഡ പ്രശംസയാണ്. അതിലുപരി ഇപ്പോൾ ഉപദേശിക്കപ്പെട്ട അഗ്നി പ്രശംസയാണ്. എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ ഇത് ഭാഷ്യകാരൻ പറയുന്ന അർത്ഥമല്ല, നിങ്ങൾ സ്വീകരിച്ചോളണം എന്നില്ല, നമ്മുടെ ഒരു അഭിപ്രായമാണ്. തൻ്റെ മുന്നിൽ വന്നത് അസാമാന്യ ബുദ്ധിവൈഭവമുള്ള ഒരു ബാലനാണ്. ആ ബാലൻ്റെ ആഴം വേണ്ടതുപോലെ ആര് മനസ്സിലാക്കി? ഗുരുനാഥൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഈ അഗ്നിക്രിയയിൽ മാത്രം നിന്നാ മതിയോ? പോരാന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ അവനാണ് ചവിട്ട് ചോദിച്ചിട്ടുമില്ല, ആത്മജ്ഞാനത്തെക്കുറിച്ച് ചോദിച്ചിട്ടില്ല, അഗ്നിക്രിയ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അത് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു സൂചന കൊടുക്കുകയാണ്. എന്താ സൂചന? ബ്രഹ്മയജ്ഞം ദേവം ഈഡ്യം വിദിത്വ ബ്രഹ്മജ, ബ്രഹ്മം തന്നെ. അതെങ്ങനെയാത്? ബ്രഹ്മാവ് ആരിൽ നിന്ന് ജനിക്കുന്നുവോ അവൻ ബ്രഹ്മജ. നേരത്തെ പറഞ്ഞ ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പൊ നേരെ തിരിച്ച്, ബ്രഹ്മാ യസ്മാത് ജാതഃ സഹ ബ്രഹ്മജ ച ജ്ഞഃ, ജ്ഞാനസ്വരൂപനായിട്ടുള്ള പരമാത്മാ. അപ്പൊ ബ്രഹ്മജജ്ഞ എന്നുള്ളതിന് അഗ്നി നല്ല അർത്ഥം വരിക, പരമാത്മാ എന്നർത്ഥം വരും. പരമാത്മാവിനെ ആരെ? ദേവം, സകല പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന പരമാത്മതത്വത്തെ ആരെ? ഈഡ്യം, അങ്ങേയറ്റം സ്തുതിക്കപ്പെടേണ്ടുന്ന പരമസത്യത്തെ വിദിത്വ, അറിഞ്ഞാൽ, നിചായ്യ, സാക്ഷാത്കരിച്ചാൽ ആത്യന്തമായ ശാന്തിയെ കൈവരിക്കാം. എടോ, ഞാനീ പറഞ്ഞ അഗ്നിയിൽ നീ കുടുങ്ങി പോണ്ടെന്നൊരു സൂചന. കാരണം തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ശിഷ്യൻ അത്ര ഉത്തമനാണെന്ന് ഗുരുവിന് മനസ്സിലായി. ഞാനോ ഇതിൽ കുടുങ്ങിപ്പോയി, ഞാൻ കുടുങ്ങിപ്പോയി. അതുകൊണ്ടാണല്ലോ ഞാൻ ദേവനായിരിക്കണത്. ഇപ്പോഴും കർമ്മബദ്ധനായി കൂടുകയാണ്. പക്ഷെ ഇതിനപ്പുറത്തുള്ളതായതൊക്കെ എനിക്ക് അറിയാം ബുദ്ധിതലത്തിൽ. എന്ത് ചെയ്യാനാ? കുടുങ്ങിപ്പോയി. അതുകൊണ്ട് നീയെങ്കിലും ഇതിൽ പെടണ്ട.
അതുകൊണ്ട് കല്യാണത്തിന്റെ ആലോചന സമയത്ത് ബുദ്ധിയുള്ള അച്ഛന്മാർ പറയാറുണ്ട് മക്കളോട്, നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനിച്ചോളൂ കേട്ടോ, വേണോ വേണ്ടോന്ന്. ഞാനോ കുടുങ്ങി കിടക്കുകയാണ്, നീയും കുടുങ്ങണോ, നീ ആലോചിച്ചിട്ട് പെട്ടാ മതി എന്ന് പറയാ. പെട്ടാ മതി എന്നൊന്നും പറയില്ല, നല്ലോണം ആലോചിച്ച് ചെയ്തോളൂ എന്ന് പറയും. ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാ കുടുങ്ങുക? അറിയില്ല. നല്ലോണം ആലോചിച്ചിട്ട് ചെയ്തോളൂ എന്ന് പറയാറില്ല. എന്താ അഭിപ്രായം? അങ്ങനെയാ പറയണ്ടേ. ഞാനോ പെട്ടു, നീയും പെടാതിരുന്നാ എനിക്ക് സന്തോഷം. പക്ഷെ പൊതുവെ ലോക സ്വഭാവം അങ്ങനെയല്ല. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും മൂക്ക് മുറിഞ്ഞവരായതാണ് കഥ, അല്ലേ? കഥ പ്രസിദ്ധമായതുകൊണ്ട് പറയുന്നില്ല. ഒരു ഗ്രാമത്തിൽ ഒറ്റയാൾക്ക് മൂക്കില്ലാണ്ടായി. അതാണ് ദീക്ഷയുടെ മഹിമ. മന്ത്രദീക്ഷയാണ്. പ്രസിദ്ധമാണല്ലോ കഥ, അറിയില്ലേ? ഇല്ല, വിവേകാനന്ദ സാഹിത്യ സരസ്വൊന്നും വായിച്ചിട്ടില്ലേ? വായിക്കുക, അപ്പം അതിൽ കാണാം. അതൊരു ഗ്രാമത്തിലൊരു ഗുരുനാഥൻ വന്ന് ഒരു അരയാൽ തറയിൽ ഇരിക്കുകയാണ്, നല്ല ജ്ഞാനമുദ്രയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ശിഷ്യന്മാർ കൂടി ഗുരുനാഥന് മൂക്കില്ല, എന്നാലും ഗുരുവാണല്ലോ, വലിയൊരു ഗുരുവാണ്, ആ ഇരുത്തം കണ്ടറിയാ ഗുരുവാണെന്നുള്ളത്. എല്ലാവരും കൂടി സേവ ചെയ്യാൻ ആള്, നമസ്കരിക്കാൻ ആള്, ദക്ഷിണ കൊടുക്കാൻ ആള്. ഗുരു അങ്ങനെ സുഖമായിട്ട് നല്ല ഇരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസമായപ്പോൾ ശിഷ്യൻ ഒരാൾ അടുത്തുകൂടി, സേവയൊക്കെ ആയിട്ട് അടുത്തുകൂടി. ഗുരു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ദീക്ഷ തരണം. നിർബന്ധമാണോ? ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് വന്നോളൂ എൻ്റെ അടുത്ത്. ശിഷ്യൻ രാത്രി 12 മണിക്ക് എടുത്തിട്ട് അടുത്ത കണ്ണു പൂട്ടി ഇരുന്നോളൂ, ഞാൻ മന്ത്രദീക്ഷ തരാൻ പോവുകയാണ്. കണ്ണു പൂട്ടി ഒരൊറ്റ മുറിയാ കത്തി എടുത്തിട്ട്, നല്ല മൂർച്ചുള്ള കത്തിയാണ്. എടോ, എന്തായാലും പോണ്ടത് പോയി. അന്ന് പ്ലാസ്റ്റിക് സർജറി ഒന്നും ഇത്ര പോലെ വികസിതല്ല. എന്തായാലും നിനക്ക് പോണ്ടത് പോയി കഴിഞ്ഞു. ഇനി എന്താ ബുദ്ധി എന്ന് നീ ആലോചിക്കുക. ഇനി നല്ല ചില്ലാനുണ്ടാക്കാനുള്ള വഴിയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഒരു സ്ഥലത്ത് നീ ഇരിക്കുക, നല്ല കാവ്യമൊക്കെ കൊടുത്ത്. അപ്പോൾ ശിഷ്യന്മാർ കൂടും. ഏതെങ്കിലും ആൾ ഇതുപോലെ അങ്ങേയറ്റം പ്രാർത്ഥിച്ചാൽ അവന് ദീക്ഷ കൊടുത്തുകൂടാ. ഇതന്നെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു ഉപസംഹരിക്കുകയാണ്. ചുരുങ്ങിയ മാസങ്ങളെ കൊണ്ട് ആ ഗ്രാമത്തിൽ മുഴുവൻ ആൾക്കാരും മൂക്കുമുറിയന്മാരായി. പൊതുവെ അതാ സ്വഭാവം. അതുകൊണ്ടാണ് ആർക്കും വിരോധം തോന്നരുത്, കറങ്ങിയവരാണ് കറക്കുക. കണ്ടില്ലേ? കൈ പിടിച്ച് കറക്കണ്ടേ? എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 7 പ്രാവശ്യം കറക്കണം. 7 വേണ്ടത്. 3 കറക്കണ വെച്ചാൽ ഇനി കറക്കുമ്പോൾ 4 കൂടി കറക്കിക്കോളൂ. ഭുവഹ സുവഹ മഹഹ ജനഹ തപഹ സത്യഹ എന്നുള്ള ലോകങ്ങൾ 6, ഭൂമി 1, 7 ലോകം കറക്കണം. 7 പ്രദക്ഷിണം വെക്കണം. ആരാ കറക്കേണ്ടത്? അവിടെ ഞങ്ങൾക്ക് സ്ഥാനമില്ല, സന്യാസിമാർക്ക് സ്ഥാനമില്ല, ബ്രഹ്മചാരിക്ക് കറക്കാൻ പാടില്ല, വാനപ്രസ്ഥന് കറക്കാൻ പാടില്ല. ഞാനോ കറങ്ങി, നീയും കറങ്ങ. വല്ലാത്ത കറക്ക് കമ്പനിയാണത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ശിഷ്യനെങ്കിലും ഇങ്ങനെയായി പോവരുത് എന്നൊരു ചിന്ത ഗുരുവിൻ്റെ ഉള്ളിൽ ഇല്ലേന്നൊരു സംശയം. അതുകൊണ്ട് പറയുകയാണ്, എടോ, ഈ 3 പ്രാവശ്യം നാചികേതാഗ്നിയൊക്കെ ചെയ്താൽ ജന്മമൃത്യുവൊക്കെ തരണം ചെയ്യാം, കുറച്ചു കാലത്തേക്ക് ഈ സ്വർഗത്തിലൊക്കെ താമസിക്കാം. പക്ഷെ അത്യന്തമായ ശാന്തിയൊന്നും കിട്ടില്ല. എനിക്ക് തന്നെ ഇപ്പം അത്യന്തമായ ശാന്തി ഉണ്ടോ? നീ നോക്ക്. ഉണ്ടെങ്കിൽ നീ വരുമ്പോഴത്തേക്ക് വെള്ളം എടുത്ത് ഞാൻ കാല് കഴിക്കാൻ വരണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
നീ വന്നപ്പോഴത്തേക്ക് ഞാൻ വെള്ളം എടുത്ത് കാല് കഴിക്കാൻ വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണോ? പിന്നെന്തുകൊണ്ടാ? എൻ്റെ സ്ഥാനം പോകുമെന്നുള്ള പേടി കൊണ്ടല്ലേ. അപ്പം അത്യന്തമായ ശാന്തിയൊന്നും എനിക്കും ഇല്ല. നിനക്കെങ്കിലും അത്യന്തമായ ശാന്തി വേണമെന്നുണ്ടെങ്കിൽ ഈ കുടുക്കിലൊന്നും പെടണ്ട മോനെ എന്നൊരു സൂചന ഇതിൻ്റെ ഉള്ളിലില്ലേ? മഠാധിപതിയൊന്നും ആവരുതേ, അല്ലേ? അങ്ങനെ ഒരു സൂചന ഇതിലില്ലേ? പ്രശ്നമാണ്, കുടുക്കാണ്, മഹാകുടുക്ക്. ആ ഭക്ഷണം കഴിക്കണ പോയിട്ട് നിന്ന് തിരിയാൻ പറ്റുമോ? അതാണ് ആവണ്ടെന്നാണ് പറയുന്നത്. ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് കല്യാണവും വേണ്ട, മഠാധിപത്യവും വേണ്ട, ഒന്നും വേണ്ട. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പരമാത്മ തത്വാനുസന്ധാനം ചെയ്ത് ഇരുന്നാൽ നല്ലത്. പക്ഷെ അത് തോന്നിക്കൂലല്ലോ. അപ്പോൾ തോന്നും ഒരു 108 തരക്കേടില്ലാന്ന് തോന്നും. 108 നോക്കുമ്പോഴോ 1008 തരക്കേടില്ലാന്ന് തോന്നും. ഇതാണ് മായയുടെ സ്വഭാവം. 4 ആൾ പ്രശംസിക്കണ കേൾക്കുമ്പോൾ 40 ആൾ പ്രശംസിച്ചാൽ നല്ലതാന്ന് തോന്നും. ഇതങ്ങനെ പോവും. അതുകൊണ്ട് പറയാണ്, നീയെങ്കിലും കൊടുക്കണ്ട കേട്ടോ. ബ്രഹ്മയജ്ഞം ദേവമീഡ്യം വിധിത്വം. അപ്പൊ മാത്രമേ അത്യന്തമായ ശാന്തി നേടാൻ പറ്റൂ എന്നൊരു സൂചന. ഇത് ഭാഷ്യകാരൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇത് നോട്ട് ചെയ്യാം. നോക്കൂ, തൃണാചികേതഃ ത്രികൃത്വ അഗ്നിഃ ചിതഃ യേന സഹ തൃണാചികേതഃ തദ്വിജ്ഞാന തദധ്യയന തദനുഷ്ഠാനവാൻ ത്രിഭിഃ മാതൃപിത്രാചാര്യൈഃ ഏത്യ പ്രാപ്യ സന്ധിം സന്ധാനം സംബന്ധം മാത്രാദ്യനുശാസനം യഥാവത് പ്രാപ്യ ഇത്യേതത്. തദ്ധി പ്രാമാണ്യകരണം ശ്രുത്യന്തരാത് അവഗമ്യതേ യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാത് ഇത്യാദേഹ വേദസ്മൃതിശിഷ്ടൈഃ വാ പ്രത്യക്ഷ അനുമാന ആഗമൈഃ വാ തേഭ്യോ ഹി വിശുദ്ധി പ്രത്യക്ഷ. ത്രികർമ്മകൃത് ഇജ്യ അധ്യയന ദാനാനാം കർത്ത തരതി അതിക്രാമതി ജന്മമൃത്യു. കിഞ്ച ബ്രഹ്മയജ്ഞം ബ്രഹ്മണഃ ഹിരണ്യഗർഭാത് ജാതഃ ബ്രഹ്മജഃ ബ്രഹ്മജഃ ച അസൗ ജ്ഞഃ ച ഇതി ബ്രഹ്മയജ്ഞഃ സർവജ്ഞഃ ഹി അസൗ തം ദേവം ദ്യോതനാത് ജ്ഞാനാദിഗുണവന്തം ഈഡ്യം സ്തുത്യം വിദിത്വ ശാസ്ത്രതഃ നിചായ്യ ദൃഷ്ട്വാ ച ആത്മഭാവേന ഇമം സ്വബുദ്ധിപ്രത്യക്ഷാം ശാന്തിം ഉപരതിം അത്യന്തം ഏതി അതിശയേന ഇതി ഏതി വൈരാജ്യം പദം ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനേന പ്രാപ്നോതി ഇത്യർത്ഥഃ. തൃണാചികേതഃ ത്രികൃത്വാ അഗ്നിഃ ചിതഃ യേന സഹ തൃണാചികേതഃ തദ്വിജ്ഞാന തദധ്യയന തദനുഷ്ഠാനവാൻ വാ ത്രിഭിഃ മാതൃപിത്രാചാര്യൈഃ ഏത്യ പ്രാപ്യ സന്ധിം സന്ധാനം സംബന്ധം മാത്രാദ്യനുശാസനം യഥാവത് പ്രാപ്യ ഇത്യേതത്. തദ്ധി പ്രാമാണ്യകരണം ശ്രുത്യന്തരാത് അവഗമ്യതേ യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാത് ഇത്യാദേഹ വേദസ്മൃതിശിഷ്ടൈഃ വാ പ്രത്യക്ഷ അനുമാനാഗമൈഃ വാ തേഭ്യോ ഹി വിശുദ്ധി പ്രത്യക്ഷ. ത്രികർമ്മകൃത് ഇജ്യ അധ്യയന ദാനാനാം
കർത്ത തരതി അതിക്രാമതി ജന്മമൃത്യു. ആ അപ്പോൾ തൃണാചികേത ത്രികൃത്വ അഗ്നി ചിത, 3 പ്രാവശ്യം ഈ പറഞ്ഞ നാചികേത അഗ്നി ചെയ്തവൻ. അങ്ങനെയുള്ളവരാണ് തൃണാചികേത. അല്ലെങ്കിൽ വേറൊരർത്ഥം പറയുകയാണ്, 3 പ്രാവശ്യം ചെയ്യണം എന്നർത്ഥമില്ല. പിന്നെന്താണ്? അതിനെ അറിഞ്ഞ് അതിനെ അധ്യയനം ചെയ്ത് അതിനെ അനുഷ്ഠിക്കുന്നവൻ. തദ് വിജ്ഞാന തദധ്യയന തദനുഷ്ഠാനവാൻ. അതിനെ അറിഞ്ഞ് അതിനെ അധ്യയനം ചെയ്ത് അതിനെ അനുഷ്ഠിക്കുന്നവൻ. അങ്ങനെയുള്ള ആള് ത്രിഭിരേത്യ സന്ധിം, ത്രിഭിഹി മാതൃപിത്ര ആചാര്യൈഹി പ്രാപ്യ സന്ധിം, അമ്മ അച്ഛൻ ആചാര്യൻ എന്നിവരിലൂടെ നേടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, ആചാര്യനിൽ നിന്ന് നേടണം. നമ്മളത് കഴിഞ്ഞിട്ട് സാക്ഷാൽ സാന്ദീപനി മഹർഷിയുടെ അടുത്ത് പോയിട്ടും കാര്യമൊന്നുമില്ല. അതെ. ഇപ്പൊ പല സ്ഥലത്തും പോകുമ്പോൾ അമ്മമാര് വളരെ പരാതി പറയുന്നുണ്ട് മക്കളെ കൊണ്ട്. മക്കള് അങ്ങനെ ആക്കണില്ല, ഇങ്ങനെ ആക്കണില്ല, അല്ലെങ്കിൽ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ, രണ്ടും പറയാറുണ്ട് അല്ലേ? മയക്കുമരുന്ന്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അധികം അമ്മമാരും അനുസരിപ്പിക്കുന്നതിലാണ് അമ്മയ്ക്ക് താല്പര്യം. അനുസരിക്കണില്ല, അസത്ത്. ഭാഭാഗ്യം നിങ്ങൾ അനുസരിക്കാത്തത്. സ്വന്തം കുട്ടീനെ അസത്ത് എന്ന് പറയുന്ന ആളെ അനുസരിക്കാത്തത് എത്രയോ ഭാഗ്യം എന്ന് പറയാറുണ്ട് നമ്മൾ. അനുസരിപ്പിക്കുന്നതിലാണ് താല്പര്യം. അവരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ 16-ാം വയസ്സിലാണോ കുഞ്ഞിനെ പ്രസവിച്ചത്? അല്ല 15-ാം വയസ്സിലാണോ കുഞ്ഞിനെ പ്രസവിച്ചത്? എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം അത്. ഇങ്ങനെ പരാതി പറഞ്ഞ്, മക്കളെ കൊണ്ട് പരാതി പറഞ്ഞ് വരുന്നവരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ 15-ാം വയസ്സിലാണോ കുഞ്ഞിനെ പ്രസവിച്ചത്? ആണെങ്കിൽ ശരി, നിങ്ങളുടെ പരാതി ഞാൻ കേൾക്കാം. അല്ലാത്ത കേൾക്കാൻ സമയമില്ല. കാരണം 280 ദിവസം വയറ്റിൽ കിടന്നു, അപ്പോൾ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ സംസ്കാരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായാലും ശരി, ഒരു 3 വയസ്സ് വരെ അമ്മയുടെ കൂടെ ജീവിച്ചില്ലേ? ഇല്ല, ഉണ്ടാവില്ല. അന്ന് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല, എന്നിട്ട് ഇപ്പൊ പരാതി പറയുക. ആരാ കുഴപ്പ? ഇതിന് ഉപദ്രവത്തിന് ഇങ്ങോട്ട് വരുന്ന ആലോചിച്ച് നോക്കുന്നേ. തമാശ പറയല്ല അത്. അവിടെയാണ് മാതൃമാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ ആഴം വരുന്നത്. നമ്മളെല്ലാവരും അമ്മയിൽ നിന്ന് സംസ്കാരം ഉൾക്കൊള്ളുന്നവരാ. അത് കണ്ടറിയും, പെരുമാറ്റം കണ്ടറിയും. അച്ഛനിൽ നിന്ന് സംസ്കാരം ഉൾക്കൊള്ളുന്നവരാ. ഒരാൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിരീക്ഷിച്ചാൽ മതി, മനസ്സിലാവും അമ്മ അച്ഛൻ എന്നിവരെത്ര ചെറുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആചാര്യവാൻ മൂന്നാമതേ വരുന്നുള്ളൂ. ആചാര്യൻ മൂന്നാമതേ വരുന്നുള്ളൂ. അപ്പൊ ആചാര്യൻ കൊടുക്കുന്ന എല്ലാ അറിവും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അമ്മയാണ് അതിൻ്റെ അടിത്തറ പാകുന്നത്, അച്ഛനാണ് അതിനെ വികസിപ്പിക്കുന്നത്, എന്നിട്ട് എത്തിക്കുന്നു ആചാര്യൻ്റെ അടുത്ത്. ഇതാണ് നമ്മുടെ ഒരു വിദ്യാവീക്ഷണം. അവിടെയും ആചാര്യനാണ്, ശ്രദ്ധിക്കണം, ഗുരു അല്ല. ഗുരു ഈ 3ഉം ചേർന്നതാ. ഇതിൻ്റെ മനോഹരങ്ങളായ ആഖ്യാനങ്ങൾ നമ്മൾ ഇതിഹാസങ്ങളിൽ, വിശേഷിച്ച് രാമായണം മഹാഭാരതം വായിക്കുമ്പോൾ വിശേഷങ്ങളായ ആഖ്യാനങ്ങൾ കിട്ടും. ഓരോ വ്യക്തിയും എങ്ങനെ കൊച്ചുനാളിൽ പഠിച്ച സംസ്കാരത്തിൻ്റെ മൂർത്തീകരണമാണ് പിന്നീട് സംഭവിക്കുന്നതെന്ന്. രണ്ടിലധികം സന്ദർഭങ്ങളിൽ സീത പറഞ്ഞിട്ട്, 2-ലധികം സന്ദർഭങ്ങളിലുണ്ട്, 2 അല്ല. ഒന്ന്
അനസൂയ ഉപദേശിക്കുന്ന സമയത്ത് വേറൊന്ന് വിവാഹ സന്ദർഭത്തിൽ ജനകൻ്റെ അവിടെ വെച്ചിട്ട് സീത പറയും, ഇതൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. പറയുമ്പോൾ സീതയ്ക്ക് അമ്മ എന്ന് പറഞ്ഞാൽ വളർത്തമ്മയാണ്, മതി, അത് മതി. സ്വന്തം അമ്മേനെ കണ്ടിട്ടില്ല സീത, ഉണ്ടോ? ഇല്ല, അത് മതി, അമ്മ ഉണ്ടായാൽ മതി. ഇതെല്ലാം എനിക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് ശീലങ്ങളായിട്ട് വരും, ശീലങ്ങളായിട്ട് വരും, ഒരിക്കലും മാറാത്ത ശീലങ്ങൾ. അത് ഉറയ്ക്കണം. ശരി, ഇരിക്കട്ടെ. അപ്പം അമ്മ, അച്ഛൻ, ആചാര്യൻ തുടങ്ങിയവരിലൂടെ നേടിയിട്ട് പിന്നെ തദ്ധി പ്രാമാണ്യകരണം, കാരണം അതാണ് പ്രാമാണികതയെ ഉണ്ടാക്കുന്നത് എന്ന് ശ്രുതി പറയുന്നുണ്ട്. യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാത്. അമ്മയുള്ളവൻ, അച്ഛനുള്ളവൻ, ആചാര്യനുള്ളവൻ പറയട്ടെ. ആരാണ് സഭയിൽ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശ്രുതി പറയുന്നതാണ്. ഇത്യാദേഹേ. അല്ലെങ്കിൽ വേറൊരു അർത്ഥം പറയാം. ഈ അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നുള്ളതിന് പകരം വേദസ്മൃതി ശിഷ്ടൈഹി വാ. ശ്രുതി സ്മൃതി ശിഷ്ടാചാരം. ശ്രുതിയിൽ നിന്നും സ്മൃതിയിൽ നിന്നും ശിഷ്ടന്മാരിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ശ്രുതി സ്മൃതി ശിഷ്ടൈഹി. അല്ലെങ്കിൽ പ്രത്യക്ഷ അനുമാന ആഗമൈഹി വ. പ്രത്യക്ഷം, അനുമാനം, ആഗമം എന്നീ 3 പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട്. പ്രത്യക്ഷ അനുമാന ആഗമൈഹി വ. പ്രത്യക്ഷം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതിനെ നമ്മൾ അനുമാനം കൊണ്ട് മനസ്സിലാക്കും. അനുമാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതിനെ ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കും. ഈ 3 മനസ്സിലാക്കിയിട്ട് തേഭ്യോ ഹി വിശുദ്ധി പ്രത്യക്ഷ. അവയിലൂടെ വിശുദ്ധി പ്രത്യക്ഷമാണെന്നാണ് പറയുന്നത്. അവയിലൂടെ വിശുദ്ധി ഉണ്ടാവുന്നു എന്നുള്ളത് പ്രത്യക്ഷമാണ്. ത്രികർമ്മകൃത് ഇജ്യധ്യയന ദാനാനാം കർത്ത. യജ്ഞം ചെയ്യുക, സ്വാധ്യായം ചെയ്യുക, ദാനം ചെയ്യുക എന്നിവ ജീവിതത്തിൽ പുലർത്തുന്നവൻ. തരതി അതിക്രാമതി ജന്മമൃത്യു. ജന്മമൃത്യുക്കളെ തരണം ചെയ്യുന്നു. മാത്രമല്ല ബ്രഹ്മയജ്ഞം ബ്രഹ്മണ ഹിരണ്യഗർഭാത് ജാത ബ്രഹ്മജ. ഹിരണ്യഗർഭനിൽ നിന്ന് ജനിച്ചത് അഗ്നി. ബ്രഹ്മജശ്ചോ അസൗ ജ്ഞശ്ചതി ബ്രഹ്മയജ്ഞ. അറിവുള്ളവനാണ് അഗ്നി. ജാതവേദസ് എന്ന് അതുകൊണ്ടാ പേര്. ജാതവേദസ്, അറിവോടൊത്ത് ജനിച്ചവൻ. ബ്രഹ്മയജ്ഞ സർവജ്ഞ ഹി അസൗ. എല്ലാം അറിയുന്നവനാ അഗ്നി. അഗ്നിക്ക് എല്ലാം അറിയാം, നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും അറിയുന്നത്. അതുകൊണ്ടാണ് അവസാനം പ്രാർത്ഥിക്കുന്നത് എന്താ? ഒടുക്കത്തെ പ്രാർത്ഥന അഗ്നേ നയ സുപഥ. അല്ലയോ അഗ്നേ, നല്ല വഴിക്ക് കൊണ്ടോണേ, നല്ല വഴിക്ക് കൊണ്ടുപോകണേ. എടാ, നിന്നെ നല്ല വഴിക്ക് കൊണ്ടുപോകാൻ എന്ത് ന്യായമുണ്ട്? അപ്പൊ പറയാണ് അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ. ഞങ്ങളെ എല്ലാ കർമ്മങ്ങളെയും നിനക്കറിയാലോ. ഞാൻ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു എന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് നല്ല വഴിക്ക് കൊണ്ടുപോ. ശരി, നീ കുറെ നല്ലത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നീ കെട്ടത് ചെയ്തിട്ടുണ്ടല്ലോ, അതും എനിക്കറിയാലോ. അപ്പോഴോ പിന്നെ എങ്ങനെ നല്ല വഴിക്ക് കൊണ്ടുപോവുക? യുയോധ്യസ്മ ജുഹുരാണമേനോ. നമ്മൾ ചെയ്തു പോയ പാപകർമ്മങ്ങളൊക്കെ ഒന്നില്ലാണ്ടാക്കണേ, ഒന്ന് വിയോജിപ്പിച്ച് മാറ്റി നിർത്തണേ. എന്താ തരിക? ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമാ. വീണ്ടും വീണ്ടും നമസ്കാരം പറയാം. വേറൊന്നും ഇപ്പൊ തരാൻ പറ്റില്ല. എന്ത് തരും എന്ന് ചോദിക്കുമല്ലോ, ഇല്ലേ? ചോദിക്കില്ല? ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെന്താ കൂലി തരിക എന്ന് ആരായാലും ചോദിക്കും. അപ്പോൾ പറയണം, ഇനിയിപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, നമസ്കാരം പറയാം. എല്ലാം അറിയുന്നവനാ, ദ്യോതിപ്പിക്കുന്നവനാ, പ്രകാശിപ്പിക്കുന്നവനാ. ജ്ഞാനാദി ഗുണവന്തം, ജ്ഞാനാദി ഗുണവാനായിരിക്കുന്ന അഗ്നിയെ ഈഡ്യം സ്തുതിക്കപ്പെടേണ്ടവനെ
ശാസ്ത്രത്തിലൂടെ അറിഞ്ഞിട്ട് ആത്മഭാവേന അങ്ങേയറ്റത്തെ ആത്മഭാവനയാ അഗ്നിയെ സേവിച്ചിട്ട് ഉപാസിച്ചിട്ട് സ്വബുദ്ധി പ്രത്യക്ഷാം ശാന്തിയും, സ്വബുദ്ധി പ്രത്യക്ഷമായ അത്യന്തമായ ശാന്തിയെ ഉപരതിയെ നേടും. വൈരാജം പദം വിരാട് ഭാവത്തെ പ്രാപിക്കും. ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനം കൊണ്ട് പരമമായ ബ്രഹ്മലോകത്തെ നേടും. ഇത് പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മറക്കരുതേ, നേരത്തെ പറഞ്ഞ മറ്റേ അർത്ഥം മറക്കരുത്. രണ്ടരിക വന്ന ശിഷ്യന്റെ മഹിമ തിരിച്ചറിഞ്ഞത് കൊണ്ട് ഇതൊക്കെ ശരി, ജന്മമൃത്യൊക്കെ തൽക്കാലത്തേക്ക് ഇല്ലാണ്ടാവും. പക്ഷേ ആത്യന്തികമായ ശാന്തി വേണമെങ്കിൽ ഇതൊന്നും പോരാ, ബ്രഹ്മജ്ഞാനത്തിലേക്ക് ഉയരണം എന്നൊരു സൂചന. ആ സൂചന കിട്ടിയപ്പോൾ രണ്ടാം വരത്തിൽ നിൽക്കാതെ മൂന്നാം വരത്തിലേക്ക് നചികേതസ് പോയി എന്നും പറയാം. വ്യക്താണോ പറഞ്ഞത്? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഭാഷ്യത്തിൽ അതില്ല. ഇതാനും അഗ്നിവിജ്ഞാന ശയനഫലം ഉപസംഹരതി പ്രകരണം ച. ഇതാനും അഗ്നിവിജ്ഞാന ചയനഫലം ഉപസംഹരതി പ്രകരണം ച. ഇപ്പോൾ അഗ്നിവിജ്ഞാന ചയനഫലം ഉപസംഹരിക്കുന്നു, പൂർത്തിയാക്കുകയാണ്, ഉപസംഹരിക്കുകയാണ്. പ്രകരണം ച, ഈ പ്രകരണവും ഉപസംഹരിക്കുന്നു. അതെന്താ? ഈ പ്രകരണം ഇനിയുള്ളത് ആത്മജ്ഞാന പ്രകരണമാണ്. ഇനിയാണ് ഉപനിഷത്ത്. ഇതുവരെയുള്ളത് ഉപനിഷത്തിലേക്ക് എത്തിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കിയതാണ്. ഇത് കേട്ടിട്ട് ഇതാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞ ആരെങ്കിലും പോയാൽ പറ്റിയായി. അതില്ല, ഉപനിഷത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കുകയാണ്, പശ്ചാത്തലം ഒരുക്കുക ചെയ്തത്. എന്താ ഉപസംഹരിക്കുന്നത് നോക്കൂ. തൃണാചികേതസ്ത്രയമേതദ്വിദിത്വാ യ ഏവം വിദ്വാൻ ചിനുതേ നാചികേതം സമൃത്യുപാശാൻ പുരത പ്രണോദ്യ ശോകാദിഗോ മോദതേ സ്വർഗലോകേ. തൃണാചികേതസ്ത്രയമേതദ്വിദിത്വാ യ ഏവം വിദ്വാൻ ചിനുതേ നാചികേതം സമൃത്യുപാശാൻ പുരത പ്രണോദ്യ ശോകാദിഗോ മോദതേ സ്വർഗലോകേ. തൃനാചികേതഃ, 3 പ്രാവശ്യം നാചികേതാഗ്നി ചെയ്തവൻ, അല്ലെങ്കിൽ തദ് വിജ്ഞാന തദനുഷ്ഠാന തദധ്യയനവാൻ എന്ന് നേരത്തെ പറഞ്ഞു. ഏതായാലും തൃണാചികേതഃ ത്രയമേതദ് വിദിത്വ, ഇതിനെ 3 അറിഞ്ഞിട്ട്, യജ്ഞ അധ്യയന ദാനങ്ങളെ അറിഞ്ഞിട്ട്, തദനുഷ്ഠാനത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ യായിഷ്ടക യാവതീർവാ യഥാവ, എത്ര എങ്ങനെ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട്, ഏതൊരു വിദ്വാനാണോ ഈ നാചികേതാഗ്നിയെ ചെയ്യുന്നത്, ഏതൊരാൾ ഈ നാചികേതാഗ്നിയെ ചെയ്യുന്നുവോ എന്താ ഫലം? സഹ, അവൻ പുരതഃ, മുൻപേ തന്നെ, മൃത്യുപാശാൻ പ്രണോദ്യ, മൃത്യുപാശങ്ങളെ, മൃത്യുവിൻ്റെ കയറുകളെ, കെട്ടുകളെ ഭസ്മീകരിച്ചിട്ട്, ഇല്ലാതാക്കിയിട്ട്, മൃത്യു കെട്ടാൻ വരുമ്പോൾ അതിന് മുമ്പ് തന്നെ അതിൻ്റെ കയറിനെ ഇല്ലാതാക്കിയിട്ട്, ശോകാധികഃ, ശോകത്തെ അതിക്രമിച്ചവനായിട്ട്, സ്വർഗലോകേ മോദതേ, സ്വർഗലോകത്തിൽ മോദിക്കുന്നു. ഇതാണോ ഈ സ്വർഗലോകമാണോ അപ്പോൾ ഉപനിഷത്തിന്റെ വിഷയം? ഉപനിഷത്ത് തുടങ്ങിയിട്ടില്ലല്ലോ. ഉപനിഷത്തിലേക്ക് ആദ്യം ഈ ലോകത്തെ പറ്റി പറഞ്ഞു,
രണ്ടാമത് പരലോകം പറഞ്ഞു, എന്നിട്ടാണ് നമ്മൾ ഉപനിഷത്തിലേക്ക് പോവുക. അഗ്നിവിദ്യയുടെ ഫലമാണ് ഉപസംഹരിക്കുന്നത്. പരമാവധി സ്വർഗലോകത്തിൽ മോദിക്കുന്നു, മോദിയാവുന്നു. അതെ, എന്താ സംശയം? തൃണാചികേതഃ ത്രയം യഥോക്തം യാ ഇഷ്ടകാ യാവതീർവാ യഥാവാ ഇത്യേതദ് വിദിത്വാ അവഗത്യ യശ്ചൈവം ആത്മരൂപേണ അഗ്നിം വിദ്വാൻ ചിനുതേ നിർവർത്തയതി നാചികേതം അഗ്നിം ക്രതും സഹ മൃത്യുപാശാൻ അധർമ്മ അജ്ഞാന രാഗദ്വേഷാദിലക്ഷണാൻ പുരതഃ അഗ്രതഃ പൂർവമേവ ശരീരപാതാത് ഇത്യർത്ഥഃ പ്രണോദ്യ അപഹായ ശോകാദികഃ മാനസൈഃ ദുഃഖൈഃ വർജിതഃ ഇത്യേതത് മോദതേ സ്വർഗലോകേ വൈരാജേ വിരാടാത്മസ്വരൂപ പ്രതിപത്യാ. തൃണാചികേതഃ ത്രയം യഥോക്തം യാ ഇഷ്ടകാഃ യാവതീർവാ യഥാവാ ഇത്യേതത് വിദിത്വാ അവഗത്യ യഹ ച ഏവം ആത്മരൂപേണ അഗ്നിം വിദ്വാൻ ചിനുതേ നിർവർത്തയതി നാചികേതം അഗ്നിം ക്രതും സഹ മൃത്യുപാശാൻ അധർമ്മ അജ്ഞാന രാഗദ്വേഷാദിലക്ഷണാൻ പുരതഃ അഗ്രതഃ പൂർവമേവ ശരീരപാതാത് ഇത്യർത്ഥഃ പ്രണോദ്യ അപഹായ ശോകാദികഃ മാനസൈഃ ദുഃഖൈഃ വർജിതഃ ഇത്യേതത് മോദത്തെ സ്വർഗലോകേ വൈരാജേ വിരാടാത്മസ്വരൂപ പ്രതിപത്യ. അപ്പോ തൃണാചികേത 3 പ്രാവശ്യം നാചികേത അഗ്നിയെ ചെയ്തവൻ ത്രയം യഥോക്തം വിദിത്വ പറഞ്ഞ 3 മനസ്സിലാക്കിയിട്ട്. എന്താ ഈ പറഞ്ഞ 3 മനസ്സിലാക്കിയിട്ട് എന്ന് പറഞ്ഞ അർത്ഥം? യാ ഇഷ്ടക യാവതീർവാ യഥാവ, എങ്ങനെയുള്ള ഇഷ്ടികകൾ, എത്ര, എപ്രകാരം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആത്മരൂപേണ അത്രയും ചേർച്ചയോടുകൂടി ഈ അഗ്നിക്രിയയെ ആര് ചെയ്യുന്നുവോ ചിനുതേ നിർവർത്തയതി, നാചികേത അഗ്നി ആര് ചെയ്യുന്നുവോ അവനെന്താണ് ഫലം? മൃത്യുപാശാൻ പുരതഃ പ്രണോദ്യ, മുൻകൂട്ടി തന്നെ മൃത്യുപാശങ്ങളെ ഇല്ലാതാക്കിയിട്ട്. എന്താ ഈ മുൻകൂട്ടി തന്നെ എന്ന് പറഞ്ഞത്? മരണത്തിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മൃത്യുപാശങ്ങൾ. ഏതാ ഈ മൃത്യുപാശങ്ങൾ? അധർമ്മ അജ്ഞാന രാഗദ്വേഷങ്ങളാ മൃത്യുപാശങ്ങൾ. അധർമ്മം, അജ്ഞാനം, രാഗം, ദ്വേഷം തുടങ്ങിയ ദോഷങ്ങൾ എന്തൊക്കെ ഉണ്ട് വെച്ചാൽ അത് കുശുമ്പ്. എന്തൊക്കെയാണ്? ഇത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മാത്സര്യം, താരതമ്യം, എല്ലാ ദോഷങ്ങളുടെയും മൂലം താരതമ്യം എന്നാ നമ്മളെ അഭിപ്രായം. എല്ലാ ദോഷങ്ങളുടെയും മൂലം താരതമ്യ ചിന്തയാണ്. താരതമ്യ ചിന്ത, അതാണ് ഏറ്റവും വലിയ പാപം. ഇത് നമുക്ക് ചെറുപ്പത്തിലേ അച്ഛനമ്മമാര് നല്ലോണം തരും. നീ അവനെ നോക്കി പഠിക്ക്, നീ അവളെ നോക്കി പഠിക്ക്, നീ അവനെ പോലെ നടക്ക്, നീ അവളെ പോലെ ഉടുക്ക്, ഇല്ലേ? ഒറ്റ ചോദ്യം ചോദിച്ചാൽ പോരെ. പിന്നെ അച്ഛന് മറുപടി ഉണ്ട്. അമ്മയ്ക്ക് ഞാനെങ്ങനെ അവനെ പോലെ ആവുക? ഞാൻ എന്നെ പോലെയല്ലേ ആവുള്ളൂ. ഇനി പറയണത് ഏറ്റവും കേമനയാ പറയുക.
ആഹാ. 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 വേഗം വേഗം അവന്. ആ. ഒരിക്കലും എന്നെ പോലെ ലോകത്ത് ആരുമില്ല. ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ എന്തിനാ താരതമ്യം? ഞാൻ പോയിട്ട് എൻ്റെ കയ്യിൻ്റെ വിരലിൻ്റെ ഈ രേഖ പോലും എന്നെ പോലെ ആർക്കുമില്ല, പിന്നെയല്ലേ. അതുകൊണ്ട് താരതമ്യത്തിൽ ഒരർത്ഥവും ഇല്ല. നമ്മൾ അച്ഛനമ്മമാരോ നമുക്ക് തന്നു, ദയവ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് അത് കൊടുക്കരുതേ. ഇപ്പൊ നല്ല മക്കളാട്ടെ. ഇപ്പോഴത്തെ മക്കൾ പൊതുവെ താരതമ്യം കുറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. പൊതുവെ ലോകത്തിൽ പല രാജ്യങ്ങളിലും പോകുമ്പോൾ, ഇവിടെ അതെ, ഭാരതത്തിലും അതെ, താരതമ്യം വളരെ കുറവാണ്. ഓരോരുത്തരും അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റി കാണിച്ചും കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. വേറെ ഒരാളെ പോലെ ഇല്ല. അത് നല്ലതാ. മറ്റേ ചെറുപ്പത്തിലേ താരതമ്യം, അവനെ നോക്ക്, ഇവിടെ നോക്ക്, ഏയ്, പിന്നെ കുശുമ്പായി, അസൂയായി. എല്ലാ ദോഷങ്ങളുടെ ഉദ്ഭവസ്ഥാനം താരതമ്യമാണ്. ഞാൻ അദ്വിതീയനാണെന്ന് മനസ്സിലാക്കിയാൽ ഒരു ദോഷവും ഇല്ല, പിന്നെ താരതമ്യമില്ല. ആ, ആരോട് താരതമ്യം ചെയ്യാനാ? ആ, നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാതിരിക്കുക. അത് നമുക്ക് ലോകത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവയാണ്. ഇങ്ങനെ പറയുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്നാ ശരി, എത്ര അമ്മയ്ക്ക് ധൈര്യമുണ്ട് എന്നെ പോലെ ആവും മോളെ എന്ന് പറയാം? എത്ര അച്ഛന് ധൈര്യമുണ്ട് നീ എന്നെ പോലെ ആവും എന്ന് പറയാം? അത് പറയില്ല. ക്രിക്കറ്റ് കാണിച്ചാൽ ആരെ പോലെ ആവണം? ധോണിയോ? എന്താ വെച്ചാൽ അയാള് അഭിനയത്തിൽ ആരെ പോലെ ആവണം? നീന്തലിൽ അയാളെ പോലെ ആവണം, ഓട്ടത്തിൽ ഇയാളെ പോലെ ആവണം. എടാ, എങ്ങനെയാ? പരീക്ഷയിൽ അയാളെ പോലെയാണ്, 100-ൽ 100 വാങ്ങുന്ന ആളെ. എന്തൊരു കഷ്ട. വിദ്യതാചരതി ശ്രേഷ്ഠ. അതെ അതെ അതെ, അസാധ്യമാണ്, അസാധ്യമാണ്. ഓരോ വ്യക്തിയെയും അവനവൻ്റെ വ്യക്തിത്വത്തിൽ വളരാനുള്ള സാഹചര്യം കൊടുക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും എൻ്റെ മോനാണ്, എൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് നെഞ്ചു തൊട്ട് പറയണം. കഴിയില്ല. ഒരു ഏക കോശത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പുൽക്കൊടിയെ വളർത്താൻ നമുക്ക് കഴിയുമോ? എന്നിട്ട് പറയാ, നമ്മൾ വലിയ അഹങ്കാരം പറയാറ്, ഞാൻ നിന്നെ വളർത്തിയതാന്നൊക്കെ, ഞാൻ നിന്നെ എന്താണ് പെറ്റു പോറ്റിയതാന്നൊക്കെ പറയാറുണ്ട്. തരാൻ പറ്റുമോ? ഒരു നിമിഷം ഒരു ബാഹ്യ വസ്തുവെ നമ്മുടെ ദേഹത്തിൽ വെക്കാൻ നമുക്ക് പറ്റുമോ? പറ്റുമോ? പറ്റില്ല. ഒരു നിമിഷം വെക്കാൻ പറ്റില്ല. പിന്നെയല്ലേ അതിനെ പുറത്ത് കളയും ദേഹം. എങ്ങനെയെങ്കിലും പഴുപ്പിച്ചിട്ടോ ഛർദിപ്പിച്ചിട്ടോ രക്തസ്രാവത്തിലൂടെയോ എങ്ങനെയെങ്കിലും പുറത്ത് കളയും ഒരു ബാഹ്യ വസ്തു അകത്ത് കടന്നാൽ. അപ്പൊ ആരാ അതിനെ സംരക്ഷിച്ച് നിർത്തിയേ? അതിമനോഹരമായൊരു കൃതിയുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ, പിണ്ടനന്ദി. ഒന്ന് പഠിക്കുക, അപ്പൊ മനസ്സിലാവും ഇതിനെ സംരക്ഷിച്ച് നിർത്തിയത് ആരാ. അതെ. എന്നിട്ട് പറച്ചിൽ കുറയ്ക്കില്ല. എന്ത് ഞാനാ? എന്ത് ഞാൻ? എന്താണ്? അതുകൊണ്ട് പിണ്ടനന്ദി ഒന്ന് വായിക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പറയില്ല നിന്നെ ഞാൻ 10 മാസം അകത്തിട്ട് കൊണ്ടു നടന്നതാണെന്നൊന്നും പറയില്ല. പിന്നെ എല്ലാം ഭഗവാനാ, എല്ലാം ആ ശംഭു തന്നെ, വേറെ ആരുമില്ല. അതാ സത്യം. ശരി, ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. വിരാടാത്മപ്രതിപത്തിയിൽ അവനങ്ങനെ ഇരിക്കുന്നു. കഴിഞ്ഞു. പ്രകരണം കഴിഞ്ഞു. പ്രകരണം കഴിഞ്ഞു എന്നുള്ളത് യമനും പറയണ്ടേ? നമ്മൾ മാത്രം പറഞ്ഞാൽ മതിയോ?
യമനും പറയണ്ടേ? അടുത്ത മന്ത്രം അതാണ്, അതുകൂടി നമുക്ക് നോക്കാം. ഏഷ തേഗ്നിർനചികേത സ്വർഗ്യോ യമവൃണീഥാ ദ്വിതീയേന വരേണ ഏതമഗ്നിം തവൈവ പ്രവക്ഷ്യന്തി ജനാസ തൃതീയം വരം നചികേതോ വൃണീഷ്വ. ഏഷ തേഗ്നിർനചികേത സ്വർഗ്യോ യമവൃണീഥാ ദ്വിതീയേന വരേണ ഏതമഗ്നിം തവൈവ പ്രവക്ഷ്യന്തി ജനാസ തൃതീയം വരം നചികേതോ വൃണീഷ്വ. ഹേ നചികേത, അല്ലയോ നചികേതസേ, ഏഷതേ അഗ്നി സ്വർഗ്യ, സ്വർഗത്തിന് കാരണമായ അഗ്നി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഉപസംഹരിച്ചു. നീ ചോദിച്ചില്ലേ സ്വർഗകാരണമായ അഗ്നി, ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. യം യാതൊന്നിനെ അവൃണീധ നീ വരിച്ചുവല്ലോ. എങ്ങനെ? ദ്വിതീയേന വരേണ, രണ്ടാമത്തെ വരം കൊണ്ട് നീ വരിച്ച അഗ്നിയെ ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇപ്പൊ ഞാൻ കടക്കാരനാണ്, 3 വരം തരാന്ന് പറഞ്ഞല്ലോ, 2 തന്നിട്ടുള്ളൂ, ഇനി ഒന്നും കൂടി ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ട് അതും കൂടി ചോദിച്ചാൽ നമ്മളെ കച്ചവടം കഴിഞ്ഞു. അതാണ്. ഏതമഗ്നിം തവൈവ പ്രവക്ഷ്യന്തി ജനാസഹ, ഈ അഗ്നിയെ നിന്റെ പേരിൽ ജനങ്ങൾ വിളിക്കും. അത് എക്സ്ട്രാ വരം, അതെ. ഇനിയിപ്പോ വേണ്ടതെന്താ? തൃതീയം വരം വൃണീഷ്വ, മൂന്നാമത്തെ വരം വരിച്ചുകൊള്ളൂ. മൂന്നാമത്തെ ചോദിച്ചോളൂ. കഴിഞ്ഞു, ഒരു പ്രകരണം കഴിഞ്ഞു. ഏഷത്തെ തുഭ്യം അഗ്നി വരഹ ഹേ നചികേത സ്വർഗ്യ സ്വർഗസാധന യം അഗ്നിം വരം അവൃണീഥ പ്രാർത്ഥിതവാൻ അസി ദ്വിതീയേന വരേണ സഹ അഗ്നി വരഹ ദത്തഃ ഇത്യുക്തോപസംഹാരഃ. കിഞ്ച തം അഗ്നിം തവൈവ നാമന പ്രവക്ഷന്തി ജനാസഹ ജനാഃ ഇത്യേതത്. ഏഷ വരഹ ദത്തഃ മയാ ചതുർത്ഥഃ തുഷ്ടേന. തൃതീയം വരം നചികേതഃ വൃണീഷ്വ. തസ്മിൻ ഹി അദത്തെ ഋണവാൻ അഹം ഇത്യഭിപ്രായഃ. ഏഷഃ തേ തുഭ്യം അഗ്നിഃ വരഃ ഹേ നചികേതഃ സ്വർഗ്യഃ സ്വർഗസാധനഃ യം അഗ്നിം വരം അവൃണീഥഃ പ്രാർത്ഥിതവാൻ അസി ദ്വിതീയേന വരേണ സഹ അഗ്നിഃ വരഃ ദത്തഃ ഇത്യുക്തോപസംഹാരഃ. കിഞ്ച തമഗ്നിം തവൈവ നാംനാ പ്രവക്ഷ്യന്തി ജനാസഹ ജനാഃ ഇത്യേതത്. ഏഷ വരഃ ദത്തഃ മയാ ചതുർത്ഥഃ തുഷ്ടേന. തൃതീയം വരം നചികേതഃ വൃണീഷ്വ. തസ്മിൻ ഹി അദത്തേ ഋണവാൻ അഹം ഇത്യഭിപ്രായഃ. ഹേ നചികേതസേ, നിനക്ക് സ്വർഗകാരണമായ സ്വർഗസാധനമായ അഗ്നിയെ തന്നു കഴിഞ്ഞു. യാതൊന്നിനെ നീ രണ്ടാമത്തെ വരമായി ചോദിച്ചുവോ അതിനെ ഞാൻ തന്നു കഴിഞ്ഞു. ഇത്യുക്തോപസംഹാരഃ എന്ന് പറഞ്ഞു ഉപസംഹരിച്ചു. പിന്നെ ഒന്നും കൂടി തന്നു. എന്താ? കിംച തമഗ്നിം തവൈവ നാംനാ പ്രവക്ഷ്യന്തി ജനാസ, ജനങ്ങൾ നിന്റെ പേരിൽ ആ അഗ്നിയെ വിളിക്കുമെന്ന് ഒരു എക്സ്ട്രാ വരവും ഞാൻ തന്നു. അതെന്തിനാ തന്നത്? മയാ ചതുർത്തുഷ്ടേന, സന്തോഷം കൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ വരം നിനക്ക് തന്നു. നിന്റെ പേരിൽ ഈ അഗ്നിയെ ജനങ്ങളൊക്കെ വിളിക്കും. അതെൻ്റെ പേരിൽ വിളിച്ചിട്ട് എനിക്കെന്ത് കാര്യമെന്ന് ചോദിച്ചാൽ അതൊരു സുഖം,
അത്രേ ഉള്ളൂ അല്ലേ? ഏ ഋഷി നചികേതസായിട്ട് വരില്ല. ഋഷി നചികേതസല്ല. ഒരു പേരിട്ടു, അത്രയേ ഉള്ളൂ. ഋഷി നചികേതസല്ല. ഇനിയിപ്പോ വേണ്ടതെന്താ? തൃതീയം വരം വൃണീഷു, മൂന്നാമത്തെ വരം വരിച്ചുകൊള്ളൂ. തസ്മിൻ ഹി അദത്തെ, അത് തരാതിരുന്നാൽ അഹം ഋണവാൻ അസ്മി, ഞാൻ കടക്കാരനായിരിക്കും. മൂന്നെണ്ണം തരാ പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നാൽ കടക്കാരനാവും. അതാണ് വാക്ക് പറഞ്ഞു പോയല്ലോ. വാക്കല്ലേ ഏറ്റവും വലിയ. 3 തരാമെന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ തന്നില്ലെങ്കിൽ ഞാൻ കടക്കാരനായിരിക്കും എന്ന അഭിപ്രായം. ഇനിയാണ് നമ്മൾ ഉപനിഷത്തിലേക്ക് കടക്കുന്നത്. അത് നമുക്ക് നാളെ രാവിലെ. ഇവിടെ ചോദ്യം ബാക്കിലുള്ളവർ കേട്ടിട്ടുണ്ടാവില്ല. ഉപോദ്ഘാത ഭാഷ്യത്തിൽ ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണനാണ് അധികാരി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 3 വിഷയങ്ങളും ഒരാൾ എങ്ങനെ ചോദിക്കും എന്നാണ്. അതായത് ഒന്നാമത്തെ വരം കൊണ്ട് അച്ഛൻ്റെ പരിതോഷണം, 2ാം വരം കൊണ്ട് സ്വർഗപ്രാപ്തിക്ക് കാരണമായ വിദ്യ, 3ാമത്തെ വരം കൊണ്ട് ആത്മജ്ഞാനം. ഈ വിഷയം നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. കാരണം ഇവിടെ നചികേതസ് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് പഠിക്കണം. ഉപനിഷത്തിന് കാരണമായ ചോദ്യം എന്താണെന്നും പഠിക്കണം. അത് 3ാമത്തെ വരമാണോ എന്നും പഠിക്കണം. ഇതാണ്. ഇത്രയും പിടി കിട്ടിയാൽ സംഗതി മനസ്സിലാവും. പോയിന്റുകൾ ഓർമ്മിക്കുക. എന്തെങ്കിലും സന്ദർഭവശാൽ വ്യാഖ്യാനത്തിൽ വിട്ടുപോയാൽ പോയിന്റുകൾ ഓർമ്മിക്കുക. ഒന്നാമത്തെ ചോദ്യം, നചികേതസ് എന്താണ് ചോദിക്കാൻ പോണത്? ശരിയായ ഉപനിഷത് ഉപദേശത്തിന് കാരണമായ ചോദ്യം എന്ത്? അത് വരമായി ചോദിച്ചതാണോ? അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പം മനസ്സിലാവും അല്ല. 3ാമത്തെ ചോദ്യം ഒരു സാമാന്യ ജിജ്ഞാസയാണ്. പാരമാർത്ഥികമായ ഉപനിഷത്തിന് കാരണമായ ചോദ്യം 3ാം വരമായി ചോദിക്കുന്നതല്ല. ആ ചോദ്യത്തിന് കാരണം വാസ്തവത്തിൽ നചികേതസിന്റെ ഉള്ളിൽ പാരമാർത്ഥിക ജിജ്ഞാസയെ ഉണർത്തുന്നത് ഗുരു തന്നെയാണ്. ആദ്യത്തെ ചോദ്യം ഒരു സാമാന്യ ജിജ്ഞാസയാണ്. യേയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്തിത്യേകേനായമസ്തീതി ചൈകേ ഏതദ് വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം എന്ന് ഒരു സാമാന്യ ചോദ്യ. വാസ്തവത്തിൽ അതല്ല ഉപനിഷത്ത്. പിന്നെ ഉപനിഷത്ത് നചികേതസിന്റെ വേറൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആ ചോദ്യം അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്രാസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച എത്തത് പശ്യസി തദ്വത് എന്ന ചോദ്യത്തിന് മറുപടിയാണ്. സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം ചോദിച്ചത് നന്നായി. അയ്യോ, അത് അത്ര വലിയ സന്തോഷം ഉണ്ടെങ്കിൽ പുറത്തൊന്ന് കൊടുത്താൽ മതി. എന്നാൽ ഒരു ഗുണം ഉണ്ടാവും. ഇതിങ്ങനെ സ്വന്തം കൈ ഇങ്ങനെ ആക്കിയിട്ട് എന്ത് കാര്യമാണല്ലോ? ഒന്നുമില്ല.
അടുത്തിരിക്കണ ആക്കൊന്ന് കൊടുത്താൽ ഒരു ഫലം ഉണ്ടാവും. അത് തന്നെ. രണ്ട് ഫലം ഉണ്ടാവും. ഒന്ന് എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ഫലം, രണ്ട് അയാളൊന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്നുള്ളൊരു ഫലം. ശരി, തൽക്കാലം നമുക്ക് ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം 7 മണി.